ടാറ്റ പഞ്ച് വന്നിട്ട് മറ്റ് EV വാഹനങ്ങൾക്ക് ഒരു പഞ്ചാവാൻ സാധ്യതയുണ്ട് ടാറ്റയുടെ ഭാഗത്തു നിന്ന്. ഇനി നമുക്കിതൊന്ന് പഞ്ച് EV ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പൊ ഓൺ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഇത് ഓപ്പൺ ഓപ്പൺ ചെയ്യാനുള്ള മെത്തേഡ് നമുക്ക് ഈ ചാർജറുകൾ നമ്മൾ സെപ്പറേറ്റ് മേടിക്കണോ എല്ലാം ഇൻക്ലൂഡ് അല്ല, ടാറ്റ അറൈവ് വരുന്ന റേഞ്ച് ആണത്. നമുക്ക് ഈ വാഹനം ഏറ്റവും കുറഞ്ഞ റേഞ്ചിൽ നമ്മുടെ വീട്ടിലെത്തണമെങ്കിൽ എത്ര രൂപ നമ്മുടെ കയ്യിൽ വേണം? നമസ്കാരം, ഞാൻ അഭിജിത്ത് പോലെയോളത്തില്. ഞാൻ എന്നുള്ളത് മട്ടാക്കരയാണ്. മട്ടാക്കര ഹൈസൻ മോട്ടോഴ്സ്, ടാറ്റയുടെ ഹൈസൻ മോട്ടോഴ്സിനാണുള്ളത്. ഇവിടെ വന്നപ്പോ നമ്മുടെ ടാറ്റ പഞ്ച് കണ്ടു. പഞ്ചിന്റെ EV പുതിയ വാഹനം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ടാറ്റ പഞ്ച് വന്നിട്ട് മറ്റ് EV വാഹനങ്ങൾക്ക് ഒരു പഞ്ചാവാൻ സാധ്യതയുണ്ട് ടാറ്റയുടെ ഭാഗത്തുനിന്ന്. അത്രയും ക്യൂട്ടാണ് വാഹനം. നമ്മുടെ ഫ്രണ്ട് സൈഡിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് വന്നിട്ട് റണ്ണിംഗ് ലൈറ്റ് ആണ്. അതായത് ഒരു വെൽക്കം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഈവൻ DRLനോട് ചേർന്നിട്ട് തന്നെയാണ് വെൽക്കം ലൈറ്റ് പോണത്. വണ്ടി ഓവറോൾ ലുക്കിൽ കാണാൻ ഒരു കോമ്പാക്ട് SUV ആണ്. അതുപോലെ തന്നെ അതിന്റെ ഫ്രണ്ട് ബമ്പർ അത്യാവശ്യം ഒരു സ്പോർട്ടി ലുക്കിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിന്റെ LED ലൈറ്റുകൾ, ഈ സൈഡ് പ്രൊജക്ഷനിൽ വരുന്ന ഒരു LED ലൈറ്റ് ആണ് ഹെഡ് ലൈറ്റ് ആയിട്ട് വരുന്നത്. അതും നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു സംഭവമാണ്. സൈഡിലേക്ക് വരാം. സൈഡിൽ വന്നിട്ട് കോമൺ നമ്മുടെ പഴയ പഞ്ചിനെ അപേക്ഷിച്ച് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു .EV ഒരു EVയുടെ സിമ്പിള് ആഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലേക്ക് വരാം. ബാക്കിൽ ഇത് വന്നിട്ട് ടൈൽ ലാമ്പ് വന്നിട്ട് മാറ്റൊന്നുമില്ല. അപ്പോൾ പഴയ ടൈൽ ലാമ്പ് തന്നെയാണ്. പിന്നെ ഇതിന് ബാക്ക് സൈഡിൽ വന്നിട്ടൊരു ഈ ഒരു സ്കിഡ് പ്ലേറ്റ്, ബാക്ക് സൈഡിൽ വന്നിട്ട് സ്കിഡ് പ്ലേറ്റ് ആഡ് ആയിട്ടുണ്ട്. അതൊരു സ്പോർട്ടി ഫീൽഡിലേക്ക് വരുന്നുണ്ട്. നമുക്ക് കാണാനും അത്യാവശ്യം ഒരു ഭംഗിയുണ്ട്. വണ്ടി ആ ഒരു ഡിസൈൻ ഒക്കെ കൂടി വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഹൈറ്റ് കിട്ടുന്ന ഒരു ഫീൽഡിലേക്ക് EV വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിന്റെ ഡിക്കി സ്പേസ് ഒന്ന് നോക്കാം. ഡിക്കി സ്പേസ് വന്നിട്ട് അത്യാവശ്യം നല്ലൊരു ഡിക്കി സ്പേസ് കൊടുക്കുന്നുണ്ട്. 366 ലിറ്റർ ആണ് ഡിക്കി സ്പേസ് വരുന്നത്. ഡിക്കിയിൽ വന്നിട്ട് നമ്മുടെ EVക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് സ്പെയർ വീല് വരുന്നില്ല. പകരം ഇവര് പഞ്ചർ കിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു വെറൈറ്റി ആയിട്ടുണ്ട്. കാരണം നമുക്ക് അത്രയും ഡിക്കി സ്പേസ് കണ്ട് നമുക്ക് എക്സ്ട്രാ യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ സ്പെയർ വീല് വേണം എന്നുണ്ടെങ്കിൽ ഓപ്ഷനിലാണ്. നമുക്കത് പൈസ കൊടുത്ത് എക്സ്ട്രാ മേടിച്ചു വെക്കാം. അതിവിടെ ഇൻവോൾവ് ചെയ്യിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ പഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഇതിന്റെ കൂടെ 2 ടൈപ്പ് ചാർജർ വരുന്നുണ്ട്. ഒന്ന് വന്നിട്ട് സാധാ നമ്മുടെ പ്ലഗ് ചാർജ്, പിന്നെ ഇവര് വന്നിട്ട് വേറൊരു ബോക്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനിൽ. അത് വാഹനത്തിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഡിക്കിയുടെ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ഉൾവശം ഒന്ന് കാണാം. അത് നമുക്ക് ഉൾവശത്തേക്ക് ഒന്ന് പോവാം. ഉള്ളിൽ നമുക്ക് ബാക്ക് സൈഡിൽ ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിന്റെ ഒരു പ്രത്യേകത, ഡോറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 90 ഡിഗ്രി ഓപ്പണിംഗ് ആണ്. അത്യാവശ്യം കുറച്ച് വണ്ണം കൂടിയ ആൾക്കാർക്കും ഉയരം കൂടിയ ആൾക്കാർക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും ഈസി ആയിട്ട് കയറിയിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു ഡോർ ഓപ്പണിംഗ് വന്നിട്ട്. അപ്പൊ നമുക്ക് ഇത് വേറെ എവിടെ തടസ്സമില്ലാണ്ട് നമുക്ക് അകത്തോട്ട് ഇരിക്കാം. ഇവൻ ഉള്ളിൽ ബാക്ക് സീറ്റിൽ ഇരുന്നാൽ തന്നെ ടാറ്റ ഇതിനെ ഒരു പ്രത്യേക പേര് പറയുന്നത് ഈ സീറ്റിംഗ് പൊസിഷന് സ്കൂപ്പ് സീറ്റ് എന്നാണ് പറയുന്നത്. അതായതുകൊണ്ട് തന്നെ നമുക്ക് കാണാം ചെറിയൊരു യു കട്ട് ടൈപ്പാണ് ഈ സീറ്റിന്റെ പൊസിഷൻ വന്നിട്ട്. നല്ലൊരു തൈ സപ്പോർട്ട്. ഇപ്പൊ എനിക്ക് വന്നിട്ട് ഏകദേശം ഒരു 5.9 ഹൈറ്റ് വരുന്നുണ്ട്. 5.9 തന്നെ നല്ലൊരു സീറ്റിംഗ് കംഫർട്ട് ഈ പഞ്ച് തരുന്നുണ്ട്. ഇത്രയും ചെറിയൊരു കോമ്പാക്ട് XUV ആണെങ്കിൽ പോലും നമുക്ക് വലിയൊരു SUV ഇരിക്കുന്ന അതേ ഫീൽ നമുക്ക് പഞ്ച് നൽകുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ സീറ്റിന് വന്നിട്ട് സീറ്റിന്റെ ഈ ഉൾവശം കുറച്ച് ഉള്ളിലോട്ട് തട്ടിയതുകൊണ്ട് നമ്മുടെ നീ ഇതിൽ ടച്ച് ആവാണ്ടിരിക്കാനുള്ള ഒരു കംഫർട്ടും കൂടെ പഞ്ച് ഇതിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കടക്കാം. അപ്പൊ ഡ്രൈവിംഗ് സീറ്റ് ഉള്ളിൽ കയറി ഇരുന്നാൽ തന്നെയാണ് നമുക്ക് അതിന്റെ വിശേഷങ്ങൾ അറിയാൻ പറ്റുള്ളൂ. പുറകുവശത്തെ അതേ ഡോറിന്റെ ഫെസിലിറ്റി തന്നെയാണ് നമ്മുടെ ഡോറിന് വരുന്നത്. 90 ഡിഗ്രി ഓപ്പണിംഗ് തന്നെയാണ് ഡോറിന് ലഭിക്കുന്നത്. ഫ്രണ്ട് ഡോറിനും ബാക്ക് ഡോറിനും ഒരേ ഫെസിലിറ്റിയാണ്. 90 ഡിഗ്രി ഓപ്പണിംഗ് ആണ്. അത്യാവശ്യം നമ്മൾ ഡോറൊക്കെ അടയ്ക്കുമ്പോഴൊക്കെ നല്ലൊരു കംഫർട്ട് സൗണ്ട് ആണ് വരുന്നത്. പറയാ ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും നമുക്ക് ഈ വാഹനത്തിൽ ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു ഫെസിലിറ്റിയാണ്. ഇതിന്റെ സെൻട്രൽ കൺസോൾ വന്നു കഴിഞ്ഞാൽ അതായത് 10.25 ഇഞ്ചിന്റെ ഹർമാൻ സിസ്റ്റം ആണ് വന്നിട്ട്. അപ്പൊ ഇതിന്റെ സ്പീക്കർ സിസ്റ്റം വന്നിട്ട് 4 സ്പീക്കറും 4 ട്യൂട്ടറും ആണ് ഇതിൽ വരുന്നത്. അപ്പൊ നമ്മുടെ AC വെന്റ് ഒക്കെ വന്നിട്ട് പഞ്ചിന്റെ പഴയ ഒരു സ്റ്റൈൽ തന്നെയാണ്. അതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. അതെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണ്. ഡിസൈൻ വന്നിട്ട് ഒരു ഗ്രിപ്പോട് കൂടിയ ഒരു ഡിസൈൻ ആണ്. നല്ല തൊടുമ്പോ തന്നെ ഒരു നല്ല ഫീൽ ഉണ്ട്. പിന്നെ ഇതില് വേറൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത് ഇതിന്റെ ടച്ച് സ്വിച്ച് ആണ്. അതായത് ടാറ്റ ഇതിനെ വിളിക്കുന്നത് ഫിജിറ്റൽ എന്നാണ്. അപ്പൊ ആ ഒരു ഓപ്ഷനോട് കൂടിയാണ് വരുന്നത്. നമുക്ക് മറ്റു വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പോലെ ബട്ടൺസ് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫെദർ ടച്ചിൽ ഇതെല്ലാം കൺട്രോൾ വർക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്കിതൊന്ന് പഞ്ച് EV ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. മറ്റു വാഹനങ്ങളിലെല്ലാം സ്റ്റിയറിംഗ് കൺട്രോളിൽ വന്നിട്ട് ലോഗോ പഞ്ചഡ് ആയിരിക്കും, അല്ലെങ്കിൽ എംബോസ്ഡ് ആയിരിക്കും. പക്ഷെ നമ്മുടെ പഞ്ചിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് നമുക്കിപ്പോ കാണാം. ഡിസ്പ്ലേ ഒക്കെ വന്നിട്ട് കാണാൻ നല്ല രസമാണ്. ഓപ്പൺ ആവുമ്പോൾ തന്നെ ഇവിടേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയോളൂ. ഈ കൺസോളിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലോഗോ വരാൻ പോണത്. വാഹനം ഓൺ ആവുമ്പോൾ മാത്രമാണ് ഈ ഒരു ലോഗോ നമുക്ക് തെളിഞ്ഞു കാണുള്ളൂ. നമ്മുടെ ടച്ച് സ്ക്രീൻ ആയിക്കോട്ടെ നല്ലൊരു ക്ലാരിറ്റി തന്നെയാണ്, നല്ല പെർഫോമൻസും നൽകുന്നുണ്ട്.
വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് വർക്ക് ആവുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് വേറെ ഒരു തടസ്സങ്ങളും ഇല്ലാതെ വർക്ക് ആവുന്നുണ്ട്. 360 ക്യാമറ അത് മറ്റൊരു നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ ഇത്രയും ചെറിയ വാഹനമാണെങ്കിൽ പോലും 360 ക്യാമറ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് 360 ക്യാമറ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇതിൽ വ്യക്തമായിട്ട് കാണാം. കണ്ടോ, നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് 360 ക്യാമറ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ക്ലസ്റ്റർ വന്നിട്ട് 10.25 ഇഞ്ചിന്റെ തന്നെയാണ് ക്ലസ്റ്ററും. അതും അത്യാവശ്യം നല്ലൊരു ഡിസൈനോട് കൂടിയിട്ട് അതിലും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അതിൽ കാണുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതിൽ ഡിസ്പ്ലേയിലും കാണുന്നുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ട് നമുക്ക് ക്രൂയിസ് കൺട്രോൾ അവൈലബിൾ ആണ്. ക്രൂയിസ് കൺട്രോൾ വന്നിട്ട് നമുക്ക് ടാറ്റ പഞ്ചില് സെക്കൻഡ് ഓപ്ഷൻ മുതൽ, അതായത് അഡ്വഞ്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മുതൽ ക്രൂയിസ് കൺട്രോൾ അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോളിൽ വന്നിട്ട് സൗണ്ട് കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ ഇത് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് വന്നിട്ട് ഡീ കട്ട് സ്റ്റിയറിംഗ് ആണ്. അത് തന്നെ നമുക്ക് മറ്റൊരു കംഫർട്ടാണ്. കാരണം നമുക്ക് വാഹനത്തിലേക്ക് കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ കാല് ഇതിൽ സ്റ്റിയറിംഗിൽ ടച്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഡീ കട്ട് സ്റ്റൈലിലുള്ള സ്റ്റിയറിംഗ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ലെഗ് ടച്ച് ചെയ്യാതെ നമുക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യാം. അപ്പോൾ അത്രയും നല്ലൊരു ഫെസിലിറ്റി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇത്രയും ചെറിയൊരു കോമ്പാക്ട് SUV-യിൽ സൺറൂഫ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പഞ്ചിലാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് തോന്നുന്നു. അത് ഓപ്പറേറ്റിംഗ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബൈ സ്വിച്ച് മാത്രമല്ല, നമുക്ക് വോയിസ് അസിസ്റ്റന്റിലും കൂടെ ഈ ഒരു സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു അവസരം പഞ്ച് ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചില് വേറൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത് റീജനറേറ്റിംഗ്, അതായത് പവർ റീജനറേഷന് വേണ്ടിയിട്ട് ഒരു പെഡൽ ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യാനുസരണം ഇപ്പൊ ജനറേഷന്റെ പവർ കൂടുതൽ ഉത്പാദിപ്പിക്കണമെങ്കിൽ കൂടുതൽ ഹാർഡ് ആവും തോറും നമുക്ക് വാഹനത്തിന് ഒരു ബ്രേക്കിംഗ് സിസ്റ്റം കിട്ടും, പവർ കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തും. അങ്ങനെ 3 ഓപ്ഷനിലാണ് ഈ റീജനറേഷൻ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അത് ഓപ്ഷനിൽ തന്നെയാണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാണ്ടിരിക്കാം. അത് ഓടിക്കുന്ന ആളുടെ സൗകര്യം പോലെ. ഇപ്പൊ നമ്മൾക്ക് ഇറക്കത്തിലാണ് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഇറക്കത്തിൽ നമുക്ക് കൂടുതൽ പവറിലുള്ള റീജനറേഷൻ ഓൺ ആക്കി ഇടാം. അപ്പൊ നമുക്ക് വാഹനം സഞ്ചരിക്കുകയും ചെയ്യാം. ഒപ്പം നമുക്ക് റീജനറേഷനിലൂടെ പവർ ഉത്പാദിപ്പിച്ച് നമുക്ക് കൂടുതൽ റേഞ്ചിലേക്ക് നമ്മൾ ഈ വാഹനത്തിനെ കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. 5 EV-യുടെ നമുക്ക് എഞ്ചിൻ റൂം ഒന്ന് കാണാം. അപ്പൊ ഇതാണ് EV പഞ്ചിന്റെ എഞ്ചിൻ റൂം വന്നിട്ട് വളരെ ക്യൂട്ടായിട്ടുണ്ട്. വളരെ ഒതുങ്ങിയ ഒരു ഭാഗമാണ്. നമുക്കിതിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. ഇവൻ ബാറ്ററി വരുന്നുണ്ട്, അതുപോലെ ABS-ന്റെ മോട്ടോർ സിസ്റ്റം വരുന്നുണ്ട്, അങ്ങനെ മറ്റ് കൺട്രോളുകളൊക്കെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്ലാക്ക് പോർഷൻ ഉണ്ടല്ലോ, ഈ ബ്ലാക്ക് പോർഷൻ വന്നിട്ട് നമുക്കൊരു ഓപ്ഷൻ ആക്കിയിട്ട് ഇത് ഫുള്ള് മാറ്റി എടുത്തു കഴിഞ്ഞാൽ കമ്പനിയിൽ തന്നെ അവൈലബിൾ ആണ്. ഇതിനൊരു ചെറിയ സ്റ്റോറേജ്, ഒരു എനിക്ക് തോന്നുന്ന 10 to 20 ലിറ്റർ ആണെന്ന് തോന്നുന്നു. എനിക്കത് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കറക്റ്റ് അല്ല. പക്ഷെ നമുക്ക് ഒരു സ്റ്റോറേജ് ചെറിയ തോതിൽ നമുക്ക് അത്യാവശ്യം വാട്ടർ ബോട്ടിൽ, ഫ്രൂട്ട്സ്, സാധനങ്ങളൊക്കെ വെക്കാവുന്ന തരത്തിലൊരു സ്റ്റോറേജ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഇതിൽ കാണാം, ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കാണാം. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഇതിലാണ് സ്റ്റോറേജ് ആയിട്ട് വരിക. ഇപ്പോൾ വാഹനത്തിന്റെ ഒപ്പം ലഭിക്കുന്നത് നമുക്കൊരു പ്ലെയിൻ കവറാണ്. അപ്പോൾ അതൊരു ഓപ്ഷണൽ ഫീച്ചറാണ്. അത് അത്യാവശ്യം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറും കൂടിയാണ്. ഇനി നമുക്ക് എന്തായാലും ഇതിന്റെ കൂടുതൽ ടെക്നിക്കൽ പാർട്ടുകളെ കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൈസൻ മോട്ടറിലെ എക്സിക്യൂട്ടീവ് ആണ് നമ്മുടെ ഒപ്പം ചേർന്ന്. ആളുടെ പേര് ഫല. ഹായ് ഫല. ഹായ്. അപ്പോൾ എനിക്ക് ഈ വാഹനത്തെ കുറിച്ച് ഒന്ന് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അതായത് ടെക്നിക്കൽ പാർട്ട്, നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററി ഏതെല്ലാം ഓപ്ഷനിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്, അതുപോലെ ഇതിന്റെ റേഞ്ച്, ഇവ കൂടിയ വേരിയന്റ് ഏതാണ്, അതെ കുറഞ്ഞ വേരിയന്റ്, ഇങ്ങനെ 1-2 കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാം. ഫസ്റ്റ് ഇതിന്റെ ബാറ്ററി ഓപ്ഷനിലേക്ക് പോവാം. ഇത് എത്ര വേരിയന്റ് ഓപ്ഷനിൽ ബാറ്ററി അവൈലബിൾ ആണ്? നമുക്ക് ശരിക്കും പറഞ്ഞ ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിപ്ട്രോൺ ബാറ്ററി ആണ് വണ്ടിക്ക് വരുന്നത്. സിപ്ട്രോൺ ബാറ്ററി എന്ന് വെച്ചാൽ ഈ ബാറ്ററിയുടെ വാറന്റി 8 വർഷത്തോളം, അല്ലെങ്കിൽ കിലോമീറ്റർ വൈസ് ചെക്ക് ചെയ്യാൻ വെച്ചാൽ 1,60,000 വരെ നമുക്ക് ബാറ്ററിക്ക് വാറന്റി കിട്ടും. ഓൾറെഡി പ്രൂവബിൾ ആയ എല്ലാ EVs-നും നമുക്ക് വന്നിട്ടുള്ള സെയിം ബാറ്ററി തന്നെയാണ്. അതിൽ വേറെ മാറ്റങ്ങളോ വ്യത്യാസങ്ങളോ വന്നിട്ടില്ല. പിന്നെ ന്യൂ പ്ലാറ്റ്ഫോമിലാണ് ഈ വെഹിക്കിൾ ഇറങ്ങിയിട്ടുള്ളത്. മറ്റുള്ള EV-കൾ പോലെയല്ല, EV-ക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്ത പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഉള്ളത്. അങ്ങനെ 5 മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതേ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് 600 റേഞ്ച് വരുന്ന ബാറ്ററീസും, അതേപോലെ ഈ കാർ വന്നിട്ട് കംപ്ലീറ്റ്ലി ഫോർ EV, അതായത് EV-യുടെ സെഗ്മെന്റിലേക്ക് പുതിയ EV ആ ഒരു സെഗ്മെന്റിലാണ് നമുക്ക് വണ്ടി വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് വെച്ചാൽ 190 ആണ് നമുക്കുള്ളത്. സാധാരണ 5 പെട്രോളിലേക്ക് വരുമ്പോൾ 187 ആണ് വന്നിട്ടുള്ളത്. അതൊരു 3 mm വ്യത്യാസത്തിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി എങ്ങനെയാണ്?
കപ്പാസിറ്റി മീൻസ് 2 റേഞ്ചിൽ നമുക്ക് ഈ വെഹിക്കിൾ അവൈലബിൾ ആണ്. 315 റേഞ്ചിലും 421 റേഞ്ചിലും 2 ഓപ്ഷൻസ് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് വെഹിക്കിളിലേക്ക് വരുമ്പോൾ. അതിന്റെ പവർ എങ്ങനെയാണ് പറയുന്നത്? നമുക്ക് 315 റേഞ്ചിന്റെ നമുക്ക് 16 ഹോഴ്സ് ആണ് വരുന്നത്, 60 പവറാണ് വരുന്നത്. അതേസമയം 421ലേക്ക് വരുമ്പോൾ 90 ഹോഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഈ 2 ഓപ്ഷനിൽ നമുക്ക് വെഹിക്കിൾ കിട്ടും. ടോട്ടൽ എത്ര വേരിയന്റ് ഉണ്ട്? നമുക്ക് ശരിക്കും പറയാ സെഗ്മെന്റ്സ് സൺറൂഫ് ഉള്ളതും സൺറൂഫ് ഇല്ലാത്തതൊക്കെ നമുക്ക് എടുക്കാം. എന്നാലും 7 ഓപ്ഷൻസിൽ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. 5 കളേഴ്സ് നമുക്ക് വെഹിക്കിളിലേക്ക് അവൈലബിൾ ആണ്. വൈറ്റ് കളർ വരും, ഗ്രേ കളർ വരും, ഫിയർലെസ് റെഡ് വരും, പിന്നെ ഈ സെയിം കളർ. ഇത് ഫുൾ ഓപ്ഷനിലാണ് കിട്ടുക. അല്ല, ഇത് ഓക്സൈഡ് ഗ്രേ. ഇത് ഓക്സൈഡ് ഗ്രേ എന്നാണ് പറയാ. ശരിയാണ്, ഒരു നല്ലൊരു ലുക്ക് വരുന്നുണ്ട്. ഒരു വൈറ്റും അല്ല ഗ്രേയും അല്ല, കളറിലേക്ക് ഒരു വെറൈറ്റി കളർ ഫീൽ ചെയ്യുന്നുണ്ട്. പറഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലാവണേ, ഞാൻ ഇത്രയും നേരം വൈറ്റാന്ന്. അല്ല, ഇത് ഓക്സൈഡ് ഗ്രേ ആണ്. പിന്നെ നമുക്കൊരു ഗ്രീൻ കളറും കൂടി വെഹിക്കിളിലേക്ക് അവൈലബിൾ ആണ്. നമുക്കൊരു ഗ്രീൻ, ഒരു സീവീഡ് ഗ്രീൻ, നമുക്ക് ഡാർക്ക് തീം തന്നെ നമുക്ക് അതിന് ഉദ്ദേശിക്കുന്നത്. ആ കളർ നമുക്ക് ഇതിലേക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ വീൽ ബേസ് ഒക്കെ എത്ര വരുന്നത്? വീൽ സൈസ് വരുന്നത് 16 ഇഞ്ചിന്റെ എയറോ ഇൻസെർട്ട് അലോയ്സ് ആണ് വരുന്നത്. അതായത് 5 പെട്രോൾ വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടി മാറ്റങ്ങൾ അലോയ് വീലിന് വന്നിട്ടുണ്ട്. ഉള്ളിലേക്കുള്ള ഫ്രിക്ഷൻ നമുക്ക് ഒഴിവായി കിട്ടും. ന്യൂ വെഹിക്കിൾസ് സൈസ് കൂടുന്നതോടെ നമുക്ക് ഉള്ളിലേക്കുള്ള സുഖമായിരിക്കും. സെയിം തന്നെയാണ്. പിന്നെ എസ്പെഷ്യലി പറയാൻ വെച്ചാൽ ഇലക്ട്രിക് വെഹിക്കിൾ ആണ്. അത്രയ്ക്കും സൈലന്റ് വണ്ടിയാണ്. ഒരു ടോയ് വെഹിക്കിൾ ഓടിക്കുന്ന സെയിം ഫീലിംഗ് തന്നെ നമുക്ക് ഈ വെഹിക്കിൾ ഓടിക്കാനും പറ്റും. അത്രയും സ്മൂത്ത് ആയിട്ട് ഏതൊരു വ്യക്തിക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് നമുക്ക് പഞ്ച് എന്നുള്ളത്. പഞ്ചിന്റെ ഇവിയുടെ പ്രത്യേകത തന്നെ സൗണ്ട്ലെസ് ആണ് നമുക്ക്. പിന്നെ മെയിൻലി പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ചാർജിംഗ് പോർട്ട് വരുന്നത് ഫ്രണ്ടിലായിരിക്കും നമുക്കത്. ശരി, ഇത് നമുക്ക് എങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാം? നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള മെത്തേഡ് നമുക്ക് ഫിജിറ്റൽ ഉള്ളില് ആ ഫിജിറ്റൽ ബട്ടൺസിൽ കാണിക്കാവോ? ഓഫ് കോഴ്സ് അങ്ങനെ കാണിക്കാലോ. അപ്പൊ നമ്മുടെ ചാർജിംഗ് പോർട്ട് ഓപ്പൺ ആയതാണ്, ഉള്ളിൽ നിന്നാണ് കൺട്രോൾ ചെയ്തത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഡിസൈൻ നമുക്ക് ഉള്ളിൽ നിന്ന് ഓപ്പൺ ചെയ്യാവുന്നുള്ളൂ. അത് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹാൻഡ് ബൈ തന്നെ മാനുവൽ തന്നെ നമ്മൾ അടയ്ക്കേണ്ടി വരും. ഇനി ബൈ ചാൻസ് ഉള്ളിലത്തെ ബട്ടൺ അത് വർക്ക് ആവുന്നില്ല, വണ്ടി ഫുള്ളും ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ റൂം ഓപ്പൺ ആക്കിയിട്ട് ക്ലിപ്പ് ഉപയോഗിച്ച് നമുക്ക് മാനുവൽ ആയിട്ട് നമുക്ക് ഓപ്പൺ ആക്കാനുള്ള മെത്തേഡ് നമുക്കുണ്ട്. നമുക്ക് എത്ര എയർ ബാഗ് ഓപ്ഷനിലാണ്? നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ബേസ് വേരിയന്റ് തന്നെ 6 എയർ ബാഗ് നമുക്ക് ഇതിലേക്ക് അവൈലബിൾ ആണ്. ABS CBD കാണലൊക്കെ നമുക്ക് ഇമ്പിൾഡ് ആയിട്ട് നമുക്ക് അതിലേക്ക് കിട്ടും. നമുക്ക് 6 എയർ ബാഗ് എല്ലാ വേരിയന്റിലും നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് 6 എയർ ബാഗ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് കേട്ടു നമുക്ക് ഇതിലൊരു 2 ചാർജിംഗ് ഓപ്ഷൻ ഉണ്ടെന്ന്. അതിന്റെ ടെക്നിക്കൽ പാർട്ട് ഒന്ന് പറയാമോ? ഓഫ് കോഴ്സ് ആണ്. നമുക്ക് ഇതിലേക്ക് 3.3 അതേപോലെ തന്നെ 7.2 എന്ന് പറഞ്ഞ ചാർജിംഗ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് 3.3 സാധാ ഹോം ചാർജ് മെത്തേഡാണ് ഉദ്ദേശിക്കുന്നത്. 7.2 എന്ന് ഉദ്ദേശിക്കുമ്പോൾ വീടുകളിൽ തന്നെ ചാർജ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കയറും. അത്ര ഉദ്ദേശമുള്ളൂ. എല്ലാ വെഹിക്കിൾസും ഫാസ്റ്റ് ചാർജിങ് സ്ഥലങ്ങള് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവില്ല. അവിടെ പോയി ചെയ്യുമ്പോൾ നമുക്ക് 0 to 100 ആവാൻ നമുക്ക് 1 മണിക്കൂർ 10 മിനിറ്റോളം നമുക്ക് മതി. നമുക്ക് സാധാ വീട്ടിലെ ചാർജറിൽ ഇതിന്റെ നോർമൽ ചാർജർ വെച്ച് ചാർജ് ചെയ്യണമെങ്കിൽ എത്ര മണിക്കൂറുണ്ട്? സാധാ നമുക്ക് വീട്ടിൽ 20 ആംസിന്റെ പ്ലഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്രോക്സിമേറ്റ് ഒരു 8 to 9 അവേഴ്സോളം നമുക്ക് വരും. സാധാരണ നോർമൽ ചാർജ് ആയതുകൊണ്ടാണ് നമുക്ക് ടൈം എടുക്കുന്നത്. പക്ഷെ അങ്ങനെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അതിലേക്ക് അവൈലബിൾ ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ നമ്മളൊരു സെപ്പറേറ്റ് ഒരു ചാർജിംഗ് ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ചാർജിംഗ് ഓപ്ഷനോട് കൂടി ഇത് എത്ര നേരം കൊണ്ട് ചാർജ് ചെയ്തെടുക്കും? നമുക്ക് അതൊക്കെയാണ് വെക്കുന്നെങ്കിൽ 3.3 നമുക്ക് ഒരു 7 അവേഴ്സ് കൊണ്ടൊക്കെ 2 മണിക്കൂർ വ്യത്യാസം നമുക്ക് വരും. അത് സെപ്പറേറ്റ് എടുത്ത് വലിച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച് തരാണത്. നമുക്ക് ഈ ചാർജറുകൾ നമ്മൾ സെപ്പറേറ്റ് മേടിക്കണോ? എല്ലാം ഇൻക്ലൂഡ് അല്ല, നമുക്ക് ഈ വണ്ടിയുടെ ഒപ്പം തന്നെ നമുക്ക് ചാർജേഴ്സ് ഒക്കെ ഇൻക്ലൂഡിംഗ് ആഡഡ് ആണ്. അഡീഷണൽ വാങ്ങണമെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഈ എമൗണ്ടിലൊക്കെ നമുക്ക് ആഡഡ് ആണ്. നമുക്ക് 2 റേഞ്ചിൽ ഈ വെഹിക്കിൾസ് അവൈലബിൾ ആണ്. ഒന്ന് 315 റേഞ്ച്, ടാറ്റ എറൈ വരുന്ന റേഞ്ച് ആണത്. പക്ഷെ അപ്രോക്സിമേറ്റ് നമുക്ക് ഒരു 220-230 റേഞ്ച് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഓടിക്കുന്ന ഡിപ്പെൻസ് ഫ്ലോട്ടിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് റേഞ്ച് കിട്ടും. റോഡ് അതേപോലെ തന്നെ 421 റേഞ്ചിന്റെ ഉണ്ട്. അതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 320-330 റേഞ്ച് വിത്ത് AC-യിൽ നമുക്കത് ഫുൾ ഓപ്ഷനോട് കൂടി നമുക്ക് കിട്ടും. അതേപോലെ തന്നെ റീജനറേഷൻ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ ഇടുമ്പോൾ നമുക്ക് ഒന്നുകൂടി റേഞ്ച് അധികം കിട്ടത്തുള്ളൂ നമുക്കത്. ഇനി നമുക്ക് അറിയേണ്ട മെയിൻ ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വിലയാണ്. അപ്പൊ
അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് അറിഞ്ഞിട്ട് നമ്മുടെ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ഈ വാഹനം ഏറ്റവും കുറഞ്ഞ റേഞ്ചിൽ നമ്മുടെ വീട്ടിലെത്തണമെങ്കിൽ എത്ര രൂപ നമ്മുടെ കയ്യിൽ വേണം? 5 EV. അതെ, ഇതിന്റെ ബേസ് ഓപ്ഷൻ നമുക്ക് ഓൺ റോഡ് നമുക്ക് കൂടി വണ്ടി നമ്പർ വെച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഇറക്കുന്നത് 12 lakh ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും. 12 lakh ഉണ്ടെങ്കിൽ ഓൺ റോഡ് വീട്ടിലേക്ക് എത്തിക്കാം. ഷോറൂം, ഇൻഷുറൻസ്, റോഡ് ടാക്സ്, ഫാസ്റ്റ് ടാഗ് എല്ലാം ഇൻക്ലൂഡിംഗ് ആഡ് ആയിക്കൊണ്ട് 12 lakh-നുള്ളിൽ നമുക്ക് ഈ വെഹിക്കിൾ ഇറക്കാൻ പറ്റും. നമുക്ക് അത് ബേസ് വേരിയന്റ് ആണ് വരുന്നത്. ബേസ് വേരിയന്റ് ആണ്. നമുക്ക് അത്യാവശ്യം ഒരു യൂസർ ഹെൽപ്പ് ആവുന്ന ഒരു ഓപ്ഷൻസോട് കൂടി നമുക്കൊരു സെക്കൻഡ് വേരിയന്റ് ഒക്കെ വേണമെങ്കിൽ നോക്കാം. അതായത് ഫുൾ ഓപ്ഷനിലേക്ക് പോകണ്ട, അന്നെങ്കിൽ ഒരു സെക്കൻഡ് വേരിയന്റ് കുറച്ച് ഐറ്റംസ് ലോഡ് മതി. നമുക്ക് അഡ്വഞ്ചർ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അഡ്വഞ്ചർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 13.10 നമുക്ക് ഓൺ റോഡ് ഈ വാഹനത്തിന്റെ സെക്കൻഡ് വേരിയന്റ് നമുക്ക് ഇറക്കാൻ പറ്റും. 315 റേഞ്ച് വരുന്ന വെഹിക്കിൾ. അതേസമയം അതേ ഓപ്ഷനിൽ 421 റേഞ്ചിന്റെ വെഹിക്കിൾ അതാകുമ്പോൾ ഒരു 14.25 വരുന്നു. ഡിഫറൻസിലാണ് പോണത്. അതിന്റെ ബാറ്ററി മോഡൽ വിത്തൗട്ട് കോംപ്രമൈസ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ എന്ത് വില? ഒരു 17 അടുത്തേക്ക് വരുന്നു. 17 ഇല്ല, നമുക്ക് ഷോറൂം പ്രൈസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ നോക്കിയിട്ട് നല്ലൊരു ഓപ്ഷനാണ്. 17 എത്തണം. അപ്പോ ഈ 12 നോർമൽ കാർ ഉപയോഗിക്കുന്ന ഒരു 10 lakh കാർ, ചെറിയ കാറുകൾ ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിക്കും EV പഞ്ചിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ പെട്രോളിന്റെ കാര്യത്തിൽ ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് EV കൊണ്ടുനടക്കാം. ഫസ്റ്റ് ടൈം മാത്രമേ നമ്മൾ EV-ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഫുള്ള് നമുക്ക് സേവിങ്സ് ആണ് വരുന്നത്. അത്രയും ഓപ്ഷൻസോട് കൂടിയാണ് വണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ഇത് എന്തുകൊണ്ടും മറ്റു വാഹനങ്ങൾക്ക് ഒരു പഞ്ച് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഇൻഫർമേഷൻസ് തന്നതിന്. Thank you. Okay. Bye.